മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിയാണെങ്കിൽ അമ്പലത്തിൽ പോയി അമ്മയെ കാണുമ്പോഴേക്കും അമ്മയാണെങ്കിൽ കണ്ണനെക്കുറിച്ച് പറയുന്നുണ്ട്. 2-3 ദിവസത്തേക്ക് മോനാണെങ്കിൽ ഒരു ചെറിയ ദോഷമുണ്ട്, അത് മാറാൻ വേണ്ടി അമ്മ ഒരു വെള്ളി നാണയം തരാമെന്ന് പറഞ്ഞുകൊണ്ട് മഹിക്ക് പൂജിച്ച് വെള്ളി നാണയം മഹിയുടെയിൽ കൊടുക്കുന്നുണ്ട്. ഇത് മണിമണ്ഡപത്തിൽ ഇടണമെന്ന് മോനോട് പ്രത്യേകിച്ച് പറയണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ മഹിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ മഹി ആ വെള്ളി നാണയം അമ്മയുടെ കയ്യിൽ നിന്നും മേടിച്ചുകൊണ്ട് അമ്മയോടായിട്ട് പറയുന്നുണ്ട്, എൻ്റെ കണ്ണേട്ടന് വേണ്ടി അമ്മ നല്ലപോലെ തന്നെ പ്രാർത്ഥിക്കണം, എൻ്റെ കണ്ണേട്ടൻ നല്ല രീതിയിൽ തന്നെ തിരിച്ചു വരണം അമ്മേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹിയാണെങ്കിൽ അമ്പലത്തിൽ നിന്നും പോവുകയാണ്. പിന്നീട് മാർക്കോ ആണെങ്കിൽ കണ്ണനെ അയ്യപ്പ ക്ഷേത്രത്തിലോട്ട് കൊണ്ടുപോവുകയാണ്. അന്നേരം കണ്ണൻ ചോദിക്കുന്നുണ്ട്, ഈ ക്ഷേത്രത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട്, അതെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, സാറിനെ ഞാനിവിടെ കൊണ്ടുവരാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു. സാറ് നടന്നു കഴിയുമ്പോഴെന്ന് തന്നെ പറയുമ്പോഴേക്കും കണ്ണനാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ വെച്ചാണ് ആദ്യമായിട്ട് മഹാലക്ഷ്മിയെ കണ്ടുമുട്ടിയതും എന്നെല്ലാം പറയുന്നുണ്ട് കണ്ണനോട്. അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, ഞാനും മഹിയും കാണുന്ന അമ്മയും മാർക്കോയും എല്ലാം ദൈവത്തിൻ്റെ അവതാരങ്ങളാണോ എന്നൊക്കെ മാർക്കോനോട് ചോദിക്കുന്നുണ്ട് കണ്ണൻ. അത് കേട്ട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് മാർക്കോ. എന്നിട്ട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ അവതാരങ്ങളാണല്ലോ എല്ലാവരെയും രക്ഷിക്കാൻ വരുന്നത്, അതുപോലെയാണെന്ന് കരുതിക്കോളൂ സാറേ എന്ന് പറയുന്നുണ്ട് മാർക്കോ. പിന്നീട് കണ്ണനാണെങ്കിൽ അവിടെ നെയ്വിളക്കെല്ലാം നേദിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കാലുകൾക്ക് സ്വാധീന ശക്തി തന്നതിൽ എനിക്ക് ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കണ്ണനാണെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു. എനിക്ക് അയ്യപ്പ നടയിൽ ചെല്ലാനും അവിടെ നിന്ന് അയ്യപ്പനെ കാണാനുള്ള ഭാഗ്യം ദർശിക്കണമെന്നെല്ലാം വളരെ ഭക്തിയോടുകൂടി തന്നെ നമ്മുടെ കണ്ണനാണെങ്കിൽ അയ്യപ്പ ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന മാർക്കോയ്ക്ക് ആണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട്. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ് അമ്പലത്തിലോട്ട് കണ്ണനെയും കൂട്ടി മാർക്കോ വന്നത്. പിന്നീട് കണ്ണനെ അവിടെ നിർത്തിക്കൊണ്ട് മാർക്കോ ആണെങ്കിൽ അകത്തോട്ട് ചെല്ലുന്നുണ്ട്. ആ അമ്മയെ കാണാൻ വേണ്ടിയാണ് മാർക്കോ അങ്ങനെ പോയത്. അങ്ങനെ മാർക്കോ ആണെങ്കിൽ അമ്മയുടെ അടുത്ത് ചെന്നിട്ടുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, ആ മോൻ ഇവിടെ മോൻ വന്നിട്ടുണ്ടല്ലേ, എനിക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. മോൻ ആ മോൻ്റെ കൂടെ തന്നെ ഒരു നിഴലായി തന്നെ ഉണ്ടായിരിക്കണം. ആ മോനാണെങ്കിൽ കുറച്ച് ദിവസത്തേക്കാണെങ്കിൽ ചില അപകടങ്ങൾ പതിയിരിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ മോൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണമെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മാർക്കോ ആണെങ്കിൽ ആ വേലെടുത്ത് അമ്മയെ കാണിക്കുന്നു. ഈ വേലുള്ളിടത്തോളം കാലം എനിക്ക് എന്ത് ശക്തിയാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ ആ കണ്ണൻ സാറിനെ ഒരു പോറൽ പോലും ഏൽക്കാതെ മലയ്ക്ക് കയറ്റി കൊണ്ടുവരുന്നതായിരിക്കുമെന്നെല്ലാം അമ്മയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്. ഇത് കാണുന്ന അമ്മയ്ക്കാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും മോനുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അമ്മയാണെങ്കിൽ മാർക്കുവിനെ നല്ല രീതിയിൽ തന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. ആ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് മാർക്കു ആണെങ്കിൽ കണ്ണൻ്റെ കൂടെ തന്നെ പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അങ്ങനെ തിരിച്ചു വരുന്ന മാർക്കോനോടായിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, എവിടെയാണ് എന്നെ ഇവിടെ നിർത്തിക്കൊണ്ട് പോയത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഒരു കള്ളച്ചിരിയോടുകൂടി തന്നെ നമ്മുടെ മാർക്കോ ആണെങ്കിൽ ഉത്തരം പറയുന്നുണ്ട്, സാർ ഈ വെയിൽ കണ്ടോ, ഈ വെയിൽ തന്ന ഒരാളെ കാണാൻ വേണ്ടിയാണ് ഞാൻ പോയത്. ഈ വെയിൽ എൻ്റെ കയ്യിലുള്ളിടത്തോളം കാലം എനിക്ക് ശക്തി കൂടുതലാണ്, അതുകൊണ്ട് ആർക്കും എന്നെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഞാൻ നിങ്ങളെ എല്ലാം രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതെന്നുള്ള സത്യം പറയുകയാണ് മാർക്കോ. ഇത് കേൾക്കുന്ന കണ്ണനാണെങ്കിൽ ആകെ അത്ഭുതപ്പെട്ടുകൊണ്ട് തന്നെ മാർക്കോനെ നോക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ അവതാരം തന്നെയാണ് മാർക്കോ എന്ന് അപ്പോൾ തന്നെ കണ്ണന് മനസ്സിലാകുന്നുണ്ട്. പിന്നീട് മലയ്ക്ക് പോകാനുള്ള കെട്ടുനിറയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം അവിടെ നടക്കുകയാണ്. അങ്ങനെ സ്വാമിമാരെ എല്ലാവരും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവിടെ നടത്തുന്നത്. അപ്പോഴേക്കും സ്വാമി പറയുന്നുണ്ട്, ഏതെങ്കിലും ഈ പ്രാവശ്യം മലയ്ക്ക് പോകുന്നത് ഒരു പ്രത്യേകതയുണ്ട്, കാലിന് സ്വാധീനമില്ലാത്ത ഒരാളാണ് ഈ പ്രാവശ്യം മലയ്ക്ക് പോകാൻ നമ്മുടെ കൂടെ ഉള്ളത്, അതുകൊണ്ട് ഈ പ്രാവശ്യ പോക്കിനൊരു പ്രത്യേകതയുണ്ടെന്നെല്ലാം സ്വാമി പറയുന്നുണ്ട്. പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനോടായിട്ട് ചോദിക്കുന്നുണ്ടടാ, ഈ പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഏർപ്പാടാക്കിയ ഗുണ്ടകളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമോടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പ്രതാപനോട്. അപ്പോഴും പ്രതാപൻ പറയുന്നുണ്ട്, അതൊന്നും അറിയില്ല അമ്മേ, എല്ലാ പ്രാവശ്യവും നമ്മളാണല്ലോ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഈ പ്രാവശ്യവും കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അതിനു മുമ്പേ തന്നെ പറയാനൊന്നും പറ്റില്ല അമ്മ എന്നെല്ലാം പറയുന്നുണ്ട് പ്രതാപൻ. പിന്നീട് കരുണയാണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ആദ്യം തന്നെ ആ മാർക്കോനെ വേണം കൊല്ലാൻ, അയാളെ കൊന്നാൽ മാത്രമേ ആ കണ്ണൻ്റെ മേലെ ഒരു കൈ പോലും തൊടാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും അത്ര എളുപ്പമല്ലായിരിക്കും, ആ മാർക്കോ എന്ന് പറയുന്നവൻ ദൈവത്തിൻ്റെ അവതാരമാണെന്നാണ് എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുള്ളതെന്നൊക്കെ ദുർഗയും ഉണ്ണിയും എല്ലാം പറയുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും അവരുടെ കഥ കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കുകയുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട്. ആ മഹാലക്ഷ്മിയുടെ കണ്ണുനീര് മാത്രമാണ് എൻ്റെ മനസ്സിൽ, അത് എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിനെ ആ കണ്ണൻ എന്ന് പറയുന്നവൻ ഇല്ലാതെയാകണമെന്നെല്ലാം പറയുകയാണ് ദുർഗയും.
കരുണയും. അതുപോലെ ഇത്തവണയും ഇവരുടെ ഒരു പ്ലാനിങ്ങും നടക്കാതെ തന്നെ കണ്ണൻ നല്ല രീതിക്ക് മലയ്ക്ക് പോയി കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് തന്നെ വരും. അത് കണ്ട് ഞെട്ടിത്തരിച്ച് നിൽക്കാൻ മാത്രമേ ശത്രുക്കൾക്ക് കഴിയുള്ളൂ. മലയ്ക്ക് പോയി വരുന്ന കണ്ണൻ്റെ മാസ് എൻട്രി കാണുന്ന എപ്പിസോഡുകളായിരിക്കും ഇനി വരാനിരിക്കുന്നത്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം.